നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് വരെയുള്ള പശ്ചിമേഷ്യൻ ഭൂപ്രദേശങ്ങളിൽ ഇസ്രായേലിന് അവകാശമുണ്ടെന്ന യു.എസ്. പ്രതിനിധി മൈക്ക് ഹക്കബിയുടെ പ്രസ്താവന വലിയ വിവാദമായിരുന്നു. അതിനെതിരെ ഇപ്പോൾ സംയുക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് അറബ് മുസ്ലിം രാജ്യങ്ങൾ. ഒരു അഭിമുഖത്തിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിവാദ പരാമർശം. ഈജിപ്തിലെ നൈൽ നദിക്കും സിറിയയിലെയും ഇറാഖിലെയും യൂഫ്രട്ടീസ് നദിക്കും ഇടയിലുള്ള പ്രദേശം ഇസ്രായേലിന്റേതാണെന്ന ചില വ്യാഖ്യാനങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുകയായിരുന്നു. അത് ഇങ്ങനെയായിരുന്നു: അവർ ഇതെല്ലാം എടുത്താലും കുഴപ്പമില്ല എന്നുള്ളത്. ഇത് വലിയ നയതന്ത്ര പ്രത്യാഘാതങ്ങൾക്ക് വഴിവെച്ചു. ഹക്കബിയുടെ വാക്കുകൾ അപകടകരവും പ്രകോപനപരവുമാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഞായറാഴ്ച 10ലധികം രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, ഈജിപ്ത്, ജോർദാൻ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, തുർക്കി, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ, സിറിയ, പലസ്തീൻ എന്നീ രാജ്യങ്ങളാണ് പ്രസ്താവനയിൽ ഒപ്പിട്ടത്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ, അറബ് ലീഗ്, ഗൾഫ് കോർപ്പറേഷൻ കൌൺസിൽ എന്നീ പ്രമുഖ പ്രാദേശിക സംഘടനകളും ഈ പ്രതിഷേധത്തിൽ പങ്കുചേർന്നിരുന്നു. ഈ പരാമർശം UN ചട്ടങ്ങൾക്കും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ശ്രമങ്ങൾക്കും വിരുദ്ധമാണെന്ന് രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സൗദി അറേബ്യ ഈ പ്രസ്താവനയെ നിരുത്തരവാദിത്തപരമെന്നും ജോർദാൻ മേഖലയിലെ രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമെന്നും വിശേഷിപ്പിച്ചു. അധിനിവേശ പലസ്തീൻ ഭൂമിയിലോ മറ്റ് അറബ് രാജ്യങ്ങളിലോ ഇസ്രായേലിന് പരമാധികാരമില്ലെന്ന് ഈജിപ്ത് വ്യക്തമാക്കി. പ്രസ്താവന വിവാദമായതോടെ ഇസ്രായേൽ അതെല്ലാം പിടിച്ചെടുക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും തന്റെ വാക്കുകൾ അതിശയോക്തിപരമായി പറഞ്ഞതാണെന്നും ഹക്കബി പിന്നീട് തിരുത്തി. എങ്കിലും ഔദ്യോഗികമായി മാപ്പ് പറയാനോ പ്രസ്താവന പൂർണ്ണമായും പിൻവലിക്കാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതേസമയം ഇസ്രായേൽ പാർലമെന്റ് സ്പീക്കർ അമീർ ഒഹാന ഹക്കബിയെ പിന്തുണച്ച് രംഗത്തെത്തുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾക്കെതിരെ സ്വന്തം ഇഷ്ടപ്രകാരം ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ. അന്താരാഷ്ട്ര നിയമങ്ങളും കൺവെൻഷനുകളും ലംഘിക്കുകയും ചെയ്യുന്നുവെന്ന് ഈ പ്രവൃത്തിയിലൂടെ ഇസ്രായേൽ വീണ്ടും തെളിയിക്കുകയാണ്. ഇസ്രായേൽ ഇറാനെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തി. അതിന്റെ ഫലമായി മുതിർന്ന ആണവ ശാസ്ത്രജ്ഞർ, സൈനിക ജനറൽമാർ, നിരവധി സിവിലിയന്മാർ എന്നിവർ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണം മാസങ്ങൾക്ക് മുൻപ് ആസൂത്രണം ചെയ്തതാണെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പശ്ചിമേഷ്യൻ മേഖല മുഴുവൻ ഇസ്രായേലിന്റെ ആധിപത്യം സ്ഥാപിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. US ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ എന്തായാലും ഒളിഞ്ഞോ തെളിഞ്ഞോ ഉള്ള ആക്രമണങ്ങളായിരിക്കും. അമേരിക്കൻ പിന്തുണയില്ലാതെ അത്തരമൊരു ആക്രമണം സാധ്യമാവുകയില്ലെന്നത് വ്യക്തമാണ്. ഈ പിന്തുണയില്ലാതെ ഇസ്രായേലിന് അത്തരം ആക്രമണാത്മക സൈനിക നടപടി നടത്താനുള്ള ആത്മവിശ്വാസമോ ശേഷിയോ ഉണ്ടാകുമായിരുന്നില്ലെന്നും ഉറപ്പാണ്. ഇസ്രായേലിന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടെന്നും സമാധാനപരമായ ആവശ്യങ്ങൾക്കായി പോലും മേഖലയിലെ മറ്റ് രാജ്യങ്ങൾ ആണവ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നത് തടയാൻ അവർ ശ്രമിക്കുന്നുവെന്നും എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ആണവ വിഷയങ്ങളിൽ ഇറാനുമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾക്കിടയിലായിരുന്നു ആക്രമണം മുൻപ് നടന്നത്. ഇത് വിശാലമായ ഒരു പ്രാദേശിക സംഘർഷത്തിന് കാരണമാവുകയും പശ്ചിമേഷ്യയെ കൂടുതൽ ആഴത്തിലുള്ള അസ്ഥിരതയിലേക്ക് തള്ളിവിടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 20 മാസമായി ഇസ്രായേൽ പലസ്തീനെതിരെ ഒരു വംശഹത്യ യുദ്ധം നടത്തുകയാണ്. ഇറാനെതിരായ ഈ ആക്രമണത്തോടെ മേഖലയിലെ തങ്ങളുടെ ആധിപത്യത്തിനെതിരായ ഏതൊരു വെല്ലുവിളിയും ഇല്ലാതാക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുവെന്നതും വ്യക്തമാണ്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിന്റെ ആക്രമണം നിയന്ത്രിക്കാൻ കാലതാമസമില്ലാതെ ഇടപെടണമായിരുന്നു. ഈ ആക്രമണത്തെ ആഗോളതലത്തിൽ അപലപിക്കുന്നതിൽ ഇന്ത്യ ഗവൺമെന്റ് ശബ്ദം ഉയർത്തുകയും ഇസ്രായേലിന്റെ സൈനിക പ്രവർത്തനങ്ങൾ ഉടൻ അവസാനിപ്പിക്കാൻ സജീവമായി പ്രേരിപ്പിക്കുകയും ചെയ്യണം. ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ പലസ്തീനെ പിന്തുണച്ച് വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് അങ്ങേയറ്റം അപലപനീയമാണ്. അത്തരം പ്രവർത്തനങ്ങൾ ഇസ്രായേലിനെ മേഖലയിലെ അതിന്റെ തുടർച്ചയായ ആക്രമണത്തെയും ശക്തിപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂ. ഇറാനുമായും പലസ്തീനുമായും ഇന്ത്യക്ക് ദീർഘകാല ബന്ധമുണ്ട്. അത് ബഹുമാനിക്കപ്പെടുകയും ശക്തിപ്പെടുത്തുകയും വേണം. BJP നേതൃത്വത്തിലുള്ള സർക്കാർ ഇസ്രായേലിനുള്ള മൗന പിന്തുണ അവസാനിപ്പിക്കുകയും പശ്ചിമേഷ്യയിൽ സമാധാനത്തിനും നീതിക്കും വേണ്ടി വ്യക്തമായ നിലപാട് സ്വീകരിക്കുകയും വേണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.